എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ മാർക്കറ്റാണ് അല്ലേ. എന്നാൽ ഈ വലിയ മാർക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഒരു വിഭാഗത്തെ മാത്രം അങ്ങോട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവരിലേക്ക് നമ്മുടെ ബിസിനസ് എത്തുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ വിജയമാവുകയാണെങ്കിൽ അത് നന്നായിരിക്കും അല്ലേ. അതായത് ഒരുപാട് പേരെ ഫോക്കസ് ചെയ്യണം, ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിൽ നമുക്ക് കൂടുതൽ ബിസിനസ്സും കിട്ടുന്നുണ്ട്. ഈ സെയിം നമ്മളിപ്പോൾ മാർക്കറ്റിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ ചിലപ്പോൾ കുറച്ച് ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്കുള്ള ഇപ്പോൾ ഉള്ള എക്സ്പെൻസിനേക്കാളും 4/1 എക്സ്പെൻസിലായിരിക്കും ചിലപ്പോൾ ഈ ചെറിയ വിഭാഗത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിൽ ഇരട്ടിയായിരിക്കും. അപ്പോൾ അതിനെയാണ് നീഷ മാർക്കറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതെങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ വലിയ ടാർഗറ്റ് മാർക്കറ്റിൽ ഈ നീഷ മാർക്കറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് നീഷ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്ത ഒരു വലിയ വിഭാഗം ആൾക്കാർക്കിടയിൽ അവരിൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരിലേക്ക് നമുക്ക് അവർക്കൊരു സൊല്യൂഷൻ എത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു വളരെ എളുപ്പമാണ് അതിൽ നിന്നുള്ള റിസൾട്ട്. അങ്ങനെ ഒരു ചെറിയ ഒരു വിഭാഗം ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരിൽ നമുക്ക് നല്ലൊരു കച്ചവടം പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിന് ഒരു ഏരിയ, ആ ഒരു ഏരിയയിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം വന്നേയിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ബേക്കറി, ഭയങ്കര കച്ചവടമുള്ളൊരു ബേക്കറി. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഐസ്ക്രീം സെല്ലിംഗ് ഉണ്ട്, അതിനോടനുബന്ധിച്ച് കുറേ ഐസ്ക്രീം കടകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഐസ്ക്രീമിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പാല് ബേസ് ചെയ്തിട്ടുള്ള ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ വെജിറ്റേറിയൻ ഐസ്ക്രീം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ വെജിറ്റേറിയൻ ഐസ്ക്രീം അല്ലെങ്കിൽ വെജ് ഐസ്ക്രീം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു ഷോപ്പ് അവിടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു വലിയ വിഭാഗത്തിൽ ഈ ഒരു ചെറിയ ടൈപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലല്ലോ, കാരണം തൊട്ടപ്പുറത്തുള്ള വലിയ ബേക്കറീൻ്റെ കച്ചവടത്തെ ബാധിക്കുന്ന ഇല്ലതാനും. എന്നാൽ നമുക്ക് അതിൽ നിന്നും ഒരു ചെറിയ വിഭാഗത്തെ നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് നീഷ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് നഷ്ടമല്ലേ എന്നുള്ളത്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പറ്റീഷൻ തന്നെയാണ്. കോമ്പറ്റീഷൻ ഇല്ല, നമുക്ക് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് കൂട്ടിയിട്ട് ആൾക്കാർ വാങ്ങിക്കില്ല, പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കറക്റ്റ് ഓഡിയൻസിന് അല്ലെങ്കിൽ കറക്റ്റ് മാർക്കറ്റ് നമുക്ക് മനസ്സിലായി. ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരിലേക്ക് എന്ത് മെസ്സേജാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് മെസ്സേജാണ്, ഏത് തരത്തിലുള്ള സന്ദേശങ്ങളാണ്, ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെ എങ്ങനെ ടാർഗറ്റ് ഓൺലൈനിൽ ചെയ്യാം, ഇതെല്ലാം വളരെ എളുപ്പമായി. പിന്നെ അതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആ പരസ്യങ്ങൾ തന്നെയാണ്. ഈ ഒരു രീതിയിൽ വെജിറ്റേറിയൻ ഐസ്ക്രീം എന്നുള്ള പരസ്യങ്ങൾ എന്തായാലും എല്ലാവരും ശ്രദ്ധയാകർഷിക്കും. ഇപ്പോൾ നോൺ വെജ് ആയ ഞാൻ ചിലപ്പോൾ വെജിറ്റേറിയൻ ആയ ഒരു ഫ്രണ്ട് എനിക്കുണ്ടെന്ന് ഞാൻ പറയും, ആ ഇന്ന സ്ഥലത്ത് ഇന്ന ഐസ്ക്രീം ഉണ്ട് കേട്ടോ, വെജിറ്റേറിയൻ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനൊരു പബ്ലിസിറ്റി കിട്ടും പെട്ടെന്ന്, ഇതിലൊരു അട്രാക്ഷൻ പെട്ടെന്ന് ആൾക്കാരിലേക്ക് വരും. ഈ ടൈപ്പ് ഓഫ് ആൾക്കാരിലേക്ക് പെട്ടെന്ന് ചെല്ലുകയും ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഐസ്ക്രീമിന് നോർമൽ ഐസ്ക്രീമിനേക്കാളും കുറച്ചുകൂടി വില കൂടുതൽ വാങ്ങിക്കാമല്ലോ. സ്വാഭാവികമായിട്ടും അവരത് വാങ്ങിക്കാനായിട്ട് നിർബന്ധിതരാകും, കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തോ. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ലോയൽറ്റി, അത് നമുക്ക് നേടാൻ എളുപ്പമാണ്. കാരണം ഈ ഒരു ആൾക്കാരെ നമുക്കൊന്ന് അവർക്ക് നമ്മളൊരു സ്പെഷ്യൽ പരിഗണനയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടൈം കസ്റ്റമേഴ്സായിട്ട് അത് മാറും, ലോയൽ കസ്റ്റമേഴ്സായിട്ട് വരും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ നീഷ മാർക്കറ്റിൻ്റെ ഓഡിയൻസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സെയിം ആണ്, ടാർഗറ്റ് മാർക്കറ്റ് പോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ്. ആ ഒരു കുറച്ചുകൂടി എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാർക്കറ്റിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, അതിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു യൂണീക്ക് നീഡ്സ് നമ്മൾ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ ഒരു സൈക്കിൾ കടക്കാരനാണെങ്കിൽ പഴയ സൈക്കിളുകൾ മാത്രം നന്നാക്കുന്നൊരു സൈക്കിൾ കടക്കാരൻ, അതൊരു നീഷ മാർക്കറ്റാണ്.
സിമിലർലി നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ചെറിയ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ മാർക്കറ്റിലെ ചെറിയ ഒരു വിഭാഗത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ പ്രൊഡക്റ്റിലൂടെ സർവീസസിലൂടെ. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണിക്കുന്നതിൽ അതിന് വേണ്ട ഫണ്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേണ്ട ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഓഡിയൻസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പല പല പ്രശ്നങ്ങളുള്ള പല ആൾക്കാർ ഈ ഒരു പല ചെറിയ വിഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു വലിയ ടാർഗറ്റ് മാർക്കറ്റിൽ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് സേവനം കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് കണ്ടെത്തുന്നതിലാണ് നീഷ മാർക്കറ്റിൻ്റെ വിജയം. ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീച്ച മാർക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനൊരു ശക്തി തന്നെയായിരിക്കും. ഒരു വലിയ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് ഒരുപാട് മീനുകൾ കിട്ടുന്നൊരു കുളം ഉണ്ടെങ്കിൽ. ഈ നീശ മാർക്കറ്റുകളാണ് ലോക്കൽ ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ. അല്ലെങ്കിൽ ഈ നീശ മാർക്കറ്റ് ലോക്കൽ ബിസിനസ്സുകൾക്ക് വളരെ പ്രയോജനകരമാണ് ഇതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ സേവനങ്ങൾക്കും ഒരു നീശ മാർക്കറ്റ് കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന നീശ മാർക്കറ്റ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ കൂടട്ടെ. അപ്പോൾ കൂടുതൽ ഐഡിയാസ് വരട്ടെ, കൂടുതൽ ബിസിനസ്സുകൾ വളരട്ടെ. എല്ലാവർക്കും ശുഭദിനം.